യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അനുകൂലമായി ഈ വ്യക്തി എന്തൊക്കെയോ തീരുമാനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു വളരെ പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഇന്നിവിടെ കിട്ടിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇപ്പോൾ കൂടുതലും നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർത്തും വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ അത്രയും പൂർണ്ണ മനസ്സോടു കൂടി മാനിഫെസ്റ്റേഷൻസും അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനകൾ, എന്തെങ്കിലും യൂണിവേഴ്സൽ സ്പിരിച്വൽ പ്രാക്ടീസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകണം. തീർച്ചയായിട്ടും അതിനൊക്കെ ഫലം കണ്ടു തുടങ്ങാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും കാലം കാത്തിരുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ മറ്റുള്ള പ്രാക്ടീസസ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്തിരുന്നത്, അതിനൊക്കെ ഒരു ഫലം കാണാനുള്ള അല്ലെങ്കിൽ ഫലം കണ്ടു തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും മെസ്സേജസ് വരാനും ഒരു നമ്മൾ പറയുന്ന ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ, അതായത് തീർത്തും ഒരു തരത്തിലും നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ഒന്നും ലഭിച്ചിട്ടില്ലായിരിക്കാം, ഒരു പൂർണ്ണതയും ലഭിച്ചിട്ടില്ലായിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം നിങ്ങൾ ഈ വ്യക്തിക്ക് അർഹിക്കപ്പെട്ട ആളല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഒരു പടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി എന്നാണ് കാണിക്കുന്നത്. അത് വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ പ്രൊഫഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നോക്കുകയാണെങ്കിലോ മേ ബി നിങ്ങളെക്കാൾ കുറച്ചും കൂടെ ഒരു മെച്ചപ്പെട്ട ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ. പക്ഷേ എങ്കിൽ പോലും നിങ്ങളിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യക്തി അകന്നു നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് പലപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും ഈ വ്യക്തി വിചാരിച്ചിരുന്നത് മറ്റു പല ആളുകൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്, ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാകാം, ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും യോജിച്ചതല്ല നിങ്ങൾ. ഓക്കെ. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും യോജിച്ചതല്ല നിങ്ങൾ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ടോ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തതും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചെടുത്തതും പല പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടു, അല്ലെങ്കിൽ പലതും മനസ്സിൽ സങ്കല്പിച്ചു, ഇമാജിനേഷൻസ് ചെയ്തു. മേ ബി ഇതിൻ്റെ ഒരുപാട് ടെക്നിക്സുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകണം. സോ അതിനൊക്കെ ഒരു ഫലവത്തായി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ, അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ മേ ബി ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് പുറമേ ഉള്ള നോട്ടത്തിൽ കാണുന്നില്ലായിരിക്കാം. പക്ഷേ
നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ചും കൂടി നല്ല രീതിയിൽ എന്താ പറയാ, ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാൻ പോകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ ലഭിക്കാനായിട്ട് പോകുന്നുണ്ട്. അത് ഈ വ്യക്തി വരും, ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ചെയ്തു പോയ തെറ്റിന് അറ്റ്ലീസ്റ്റ് ഒരു സോറി പറഞ്ഞിട്ടെങ്കിലും ഇത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണിക്കുന്നത്. കാരണം ഇത് തീർത്തും വളരെയധികം എന്താ പറയാ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ്. അതിപ്പം കൂടുതലും സോൾമേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം പാസ്റ്റ് ലൈഫ് കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതോടുകൂടി ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നതായിരിക്കും. അതായത് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു രഹസ്യം, അതായത് ഇത് സാധാരണ ഒരു റിലേഷൻഷിപ്പ് അല്ല. മറ്റുള്ളവർ ജസ്റ്റ് കമ്മിറ്റ് ചെയ്യുന്ന പോലെ സാധാരണ ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നും സംതിങ് എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നും അതുപോലെ ഈ വ്യക്തി ഇത് എന്താ പറയാ, എത്രത്തോളം വേണ്ട എന്ന് വെച്ചാലും ഇത് കൂടുതൽ കൂടുതൽ ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടുമാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ വ്യക്തി സ്പിരിച്വലി വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. മേ ബി മെഡിറ്റേഷൻ അല്ലെങ്കിൽ സംതിങ് കുറേ കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ടാകണം. ബിക്കോസ് അത് ഈ വ്യക്തിക്ക് നിങ്ങൾ കാരണം വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. ഇറ്റ്സ് എ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഫോർ ദിസ് പേഴ്സൺ. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ചേഞ്ച് ആണ് ഈ വ്യക്തിക്ക് കിട്ടാവുന്നതിൽ അത്രയും ഏറ്റവും വലിയ ചേഞ്ച് ആണ് അത് ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ സംതിങ് ഈ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട്, സംതിങ് ഈ വ്യക്തി എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കണം എന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള ആള്, അനുയോജ്യമായിട്ടുള്ള വ്യക്തി എന്നാണ് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസാക്ഷി ഈ വ്യക്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ പറയാ, നിങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വർത്ത് എന്താണ്, നിങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള ലവ് മെസ്സേജ് എന്ന് പറയുന്നത് റിയൂണിയൻ ആണ്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. ഓക്കെ, എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും നമ്മൾ വീണ്ടും ഒരുമിച്ച് വരും എന്നാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. യെസ് ഗോസിപ്പ്, ഐ എം അഫ്രൈഡ് ഓഫ് വാട്ട് അതേഴ്സ് പീപ്പിൾ വിൽ തിങ്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് അവസ്ഥകൾ കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആദ്യം വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു അതൊക്കെ അനാവശ്യമായിട്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ്. കുറച്ചും കൂടി മെച്യൂരിറ്റിയോട് കൂടി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇത് ഇത്രയും വഷളാവില്ലായിരുന്നു എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് പേടിയുണ്ട്, മറ്റുള്ളവര് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്തൊക്കെ പറയുന്നുണ്ടാകും. ഓക്കെ, ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്യുന്ന, ഒപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒപ്പം പഠിക്കുന്ന ആളോ ഒക്കെ ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ വേറെ ആൾക്കാർ ഇതിനെപ്പറ്റി എങ്ങനെ പറയുന്നുണ്ടാകും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും വേറെ ആൾക്കാർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തിക്ക് പേടിയുണ്ട്. അതുപോലെ ഹോൾഡിംഗ് ബാക്ക് ആണ്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ് മൈസെൽഫ് ബെറ്റർ എന്നാണ്. അതായത് ഈ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്തിട്ടുള്ളത് ഈ പേഴ്സൺ തന്നെയാണ്. ഒരുപക്ഷെ ഈ വ്യക്തി എത്രത്തോളം തെറ്റുകൾ ചെയ്താലും ഈ വ്യക്തിയെ തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. കാരണം ഞാൻ കറക്റ്റാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നിന്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. അതായിരുന്നു ഈ വ്യക്തിയുടെ സ്വഭാവം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് സ്വന്തം തെറ്റുകൾ എന്താണ്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ എന്നാണ്. അതായത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്വഭാവവും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയി പോവില്ലായിരുന്നു എന്ന് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലായി. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ലവ് മെസ്സേജസ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ
പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ വീഡിയോൻ്റെ തുടക്കത്തിൽ കൊടുക്കുന്നുണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്.